NSSൻ്റെ സ്നേഹം, പിന്നെ പട്ടിക്കാട് ജാമ്യാനൂരിയുടെ പരിപാടി, അങ്ങനെ നമ്മളെ ചെന്നിത്തല ഇപ്പം ഇങ്ങനെ അടക്കി വാഴാണ്. എല്ലാവർക്കും എന്നെ മതി. അപ്പം നമുക്ക് മുഖ്യമന്ത്രി ചർച്ച തുടങ്ങാം. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇത്രയും കാലം ഈ ചട്ടവട്ടങ്ങളൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതിനിപ്പോഴേ ഒരു ചർച്ചയും ഇപ്പോഴേ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ നേതാവിനെ എല്ലാവരും അംഗീകരിക്കണ കണ്ടപ്പോഴാണ് ഇപ്പം ചർച്ച വേണ്ടെന്ന് ഇവരൊക്കെ ഈ പറയണത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. ഇപ്പം പ്രസക്തി ഉള്ള സമയത്ത് ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ ഇതിനാദ്യം ഒരു തീരുമാനമാക്കണം. ചെന്നിത്തലനെ കാട്ടിയിട്ട് വോട്ട് വാങ്ങിയിട്ട് പിന്നെ ഒരു ഭാഗത്തിരുത്തൽ, ആ പരിപാടി നടക്കൂല. ഇതിനൊരു തീരുമാനം വേണം. അല്ല, ഞങ്ങൾ വളരെ ജനസമ്മതനായ വളരെ പ്രഗത്ഭരായ ഒരു നേതാവിനെ ഞങ്ങളുടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കും. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. എന്നാലും അതിലൊരു ധാരണ വേണം. ഇത് കഴിഞ്ഞിട്ട് ചെന്നിത്തലനെ വെറുതെ ഇരുത്തൽ നടക്കൂല. സീറ്റ് ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. പഞ്ചായത്ത് കഴിഞ്ഞിട്ട് വേണ്ട അസംബ്ലി വരാൻ. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. പഞ്ചായത്തൊന്നുമല്ല, NSSും സമസ്തക്കാരും ലീഗൊക്കെ ചെന്നിത്തലക്കാണ് സപ്പോർട്ട്. അപ്പോൾ ചെന്നിത്തല മതി. ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ, നീ കളഞ്ഞിട്ട് പോടേ. അല്ല, ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഓരോന്നും അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. രമേശ് ചെന്നിത്തല പങ്കെടുത്തു, സതീശൻ പങ്കെടുത്തു, സുധാകരൻ പങ്കെടുത്തു. ഇവരെല്ലാം പല സമുദായ സംഘടനകളുടെയും സമ്മേളനങ്ങളിൽ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ കാര്യം മാത്രമല്ലാന്ന് സാദിഖ് അലി തങ്ങൾ ചെന്നിത്തലനെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ? അതിന് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെയും കുറേ ആളുകൾ സാദിഖ് അലി തങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിത്രം മൂപ്പരെടുത്തുണ്ടല്ലോ, അതൊന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇത് ചർച്ചയാകണം, അതിന് വേണ്ടിയിട്ടല്ലേ ആ പോസ്റ്റ്. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഞങ്ങളെ ചെന്നിത്തല സാറിനെ മുഖ്യമന്ത്രി ആക്കണം. നിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കണ്ട. അല്ല, വിവാദങ്ങളല്ലത്, മൂപ്പർക്കുമില്ലേ കുറേ ആഗ്രഹങ്ങൾ. ഒരു തവണ മൂപ്പര് ആ കസേരയിലൊന്നും ഇരിക്കട്ടെ. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോ എന്നൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത്തവണ ചെന്നിത്തല എന്നെ മുഖ്യമന്ത്രി, ഇത് പ്രഖ്യാപിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നീക്കിയാൽ മതി.